നമ്മൾ AI സൈബർ ആക്രമണങ്ങൾ, ആണവായുധങ്ങൾ തുടങ്ങിയ മനുഷ്യനിർമ്മിത ഭീഷണികളെക്കുറിച്ച് നിരന്തരം ആശങ്കപ്പെടുകയും അവയെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ പ്രകൃതിയുടെ മറ്റൊരു മുഖം ഭീകരമായൊരു ദുരന്തം ഒരുക്കുകയാണെന്ന് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുകയാണ്. രാഷ്ട്രീയ സംഘർഷങ്ങളിലും മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ കരിനിഴലിലും മുഴുകിയിരിക്കുന്ന ഈ ലോകം ശാന്തമെന്ന് നാം വിശ്വസിക്കുന്ന കടലിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന മാരകമായൊരു ഭീഷണിയെ കണ്ടില്ലെന്ന് നടിക്കുകയാണോ? നാഷണൽ അക്കാദമി ഓഫ് സയൻസിന്റെ പ്രൊസീഡിംഗ്സിൽ പ്രസിദ്ധീകരിച്ച ഒരു പുതിയ പഠനപ്രകാരം അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങളിലൊന്ന് ഏത് നിമിഷവും സംഭവിച്ചേക്കാം. ഈ ഭീഷണി ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായ അമേരിക്കയെ പോലും നിസ്സഹായരാക്കാൻ പോന്നതാണ്. എന്താണ് കാസ്കേഡിയ സബ്ഡക്ഷൻ സോൺ? അമേരിക്കയുടെ വടക്കു പടിഞ്ഞാറൻ തീരത്ത് വടക്കൻ കാലിഫോർണിയ മുതൽ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ വരെ ഏകദേശം 800 മൈലുകളിലധികം നീളുന്ന ഒരു ഭീമാകാരമായ ഭൂഗർഭ വിള്ളലുണ്ട്. ഇതാണ് കാസ്കേഡിയ സബ്ഡക്ഷൻ സോൺ. ഭൂമിയുടെ ഫലകങ്ങൾ പരസ്പരം ഉരസുന്ന ഒരു പ്രദേശമാണിത്. കൃത്യമായി പറഞ്ഞാൽ ജുവാൻ ഡി ഫുക്ക പ്ലേറ്റ് എന്ന സമുദ്രഫലകം നോർത്ത് അമേരിക്കൻ പ്ലേറ്റ് എന്ന വൻകര ഫലകത്തിന്റെ അടിയിലേക്ക് നീങ്ങുന്ന മേഖലയാണിത്. സാധാരണയായി ഇത്തരം സബ്ഡക്ഷൻ സോണുകളിൽ ഫലകങ്ങൾ നിരന്തരം ചെറുചലനങ്ങൾ വഴി സമ്മർദ്ദം പുറത്തുവിടാറുണ്ട്. ഇത് വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് തടയുന്നു. എന്നാൽ കാസ്കേഡിയ സോൺ കഴിഞ്ഞ 300 വർഷമായി നിശബ്ദമായി ഉറങ്ങുകയാണ്. ഈ നിശബ്ദത ശാസ്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുമാണ്. കാരണം ഇത് സൂചിപ്പിക്കുന്നത് ഫലകങ്ങൾക്കിടയിൽ വൻതോതിലുള്ള സമ്മർദ്ദം അടിഞ്ഞുകൂടിയിട്ടുണ്ട് എന്നാണ്. ഈ സമ്മർദ്ദം ഏത് നിമിഷവും ഒരു വലിയ ഭൂകമ്പമായി പൊട്ടിത്തെറിച്ചേക്കാം. ഈ ഭീമൻ ഒടുവിൽ ഉണരുമ്പോൾ സംഭവിക്കുന്നത് അതിശക്തമായ ഒരു ഭൂകമ്പമായിരിക്കും. റിക്ടർ സ്കെയിലിൽ 9.1 തീവ്രത രേഖപ്പെടുത്തിയിരുന്നു. അത്തരത്തിലോ അതിലും വലുതോ ആയ ഒരു ഭൂകമ്പമാണ് കാസ്കേഡിയയിൽ പ്രതീക്ഷിക്കുന്നത്. ഈ ഭൂകമ്പത്തിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതമായി 100 അടി വരെ ഉയരമുള്ള ഭീമാകാരമായ ഡോംസ്ഡേ സുനാമി ആഞ്ഞടിക്കുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പ്. അക്ഷരാർത്ഥത്തിൽ ലോകാവസാനം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സുനാമി ലക്ഷക്കണക്കിന് ജീവനെടുക്കുകയും പസഫിക് നോർത്ത് വെസ്റ്റേൺ തീരപ്രദേശങ്ങളെ പൂർണ്ണമായും തുളച്ചു നീക്കുകയും ചെയ്തേക്കാം. സിയാറ്റിൽ, പോർട്ട്ലാൻഡ്, വാങ്കൂവർ തുടങ്ങിയ പ്രധാന നഗരങ്ങളെല്ലാം ഈ ഭീഷണിയുടെ നിഴലിലാണ്. ഈ നഗരങ്ങളിലെ ജനസാന്ദ്രതയും അടിസ്ഥാന സൗകര്യങ്ങളുടെ സാന്ദ്രതയും കണക്കിലെടുക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ഊഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. PNAS-ൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനം നമ്മെ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരവും കൂടി നൽകുന്നുണ്ട്. ഒരു വലിയ ഭൂകമ്പമുണ്ടായാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഭൂമി 0.5 മുതൽ 2 മീറ്റർ വരെ താഴോട്ട് പോകും. അതായത് ഭൂകമ്പം തീരുന്നതിന് മുൻപ് തന്നെ തീരപ്രദേശങ്ങൾ കടലിലേക്ക് താഴ്ന്നു പോകാൻ തുടങ്ങുമെന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഈ പ്രതിഭാസം സമുദ്രനിരപ്പ് വൻതോതിൽ ഉയർത്തുകയും വെള്ളപ്പൊക്ക സാധ്യത ഭീമമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ സുനാമി തിരമാലകളുടെ ആഘാതം 10 മടങ്ങ് വർദ്ധിപ്പിക്കും. കാലാവസ്ഥാ വ്യതിയാനം മൂലം സമുദ്രനിരപ്പ് വർഷത്തിൽ 3 മുതൽ 4 മില്ലിമീറ്റർ വരെയാണ് ഉയരുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ 2 മീറ്റർ സമുദ്രനിരപ്പ് ഉയർച്ചയുണ്ടാകും. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാത്തത്? പഠനത്തിന്റെ പ്രധാന ഗവേഷകനും ഒറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായ ടിന ഡ്യൂറ ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ചോദ്യം ഈ ഭീഷണിയുടെ തീവ്രതയും പൊതുസമൂഹത്തിലെ പ്രത്യേകിച്ച് ഭരണകൂടങ്ങളിലെ അവബോധമില്ലായ്മയുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊരു ഇരട്ട ഭീഷണിയാണ്. സുനാമി തിരമാലകൾ നേരിട്ട് നാശം വിതയ്ക്കുമ്പോൾ ഭൂമി താഴ്ന്ന പ്രദേശങ്ങളെ എന്നേക്കുമായി വെള്ളത്തിനടിയിലാക്കാൻ സാധ്യതയുണ്ട്. ദുരന്തം അതിവേഗത്തിൽ സംഭവിക്കുമെന്നതിനാൽ രക്ഷാപ്രവർത്തനങ്ങൾ പോലും അതീവ വെല്ലുവിളിയാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഫലപ്രദമായ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര സമയം ലഭിക്കാതെ വരാനുള്ള സാധ്യതയും ഇത് വർദ്ധിപ്പിക്കുന്നു. ഈ ഭൂകമ്പ സാധ്യതാ മേഖലയിലെ ഭൂമിശാസ്ത്രം വളരെ സങ്കീർണമാണ്. വാഷിംഗ്ടൺ, ഒറിഗോൺ, വടക്കൻ കാലിഫോർണിയ എന്നിവിടങ്ങളിലെ ചില തീരപ്രദേശങ്ങൾ ഭൂഗർഭ ചലനങ്ങൾ കാരണം സാവധാനം ഉയർന്നു പൊങ്ങുമ്പോൾ മറ്റ് ചില പ്രദേശങ്ങൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് വടക്കൻ കാലിഫോർണിയയിലെ ഹംബോൾട്ട് ബേ താഴ്ന്നു പോകുന്ന ഒരു പ്രധാന മേഖലയാണ്. 2030 ഹംബോൾട്ട് ബേയിൽ സമുദ്രനിരപ്പ് കരയ്ക്ക് താങ്ങാവുന്നതിലും വേഗത്തിൽ ഉയരുമെന്നും 2100 ആവുമ്പോഴേക്കും 40 മുതൽ 90 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് വർദ്ധിക്കാമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് ഈ പ്രദേശങ്ങളിൽ സ്ഥിരമായ വെള്ളപ്പൊക്കത്തിനും തീരദേശ ശോഷണത്തിനും വരെ കാരണമാകും. ഈ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഒരു വലിയ ഭൂകമ്പം സംഭവിച്ചില്ലെങ്കിൽ പോലും ഈ തീരപ്രദേശങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്. തീരദേശ ആവാസ വ്യവസ്ഥകൾ, കൃഷി, കുടിവെള്ള സ്രോതസ്സുകൾ എന്നിവയെല്ലാം ഇത് ഗുരുതരമായി ബാധിക്കും. രാഷ്ട്രീയ അതിർത്തികൾക്കപ്പുറം നിലനിൽക്കുന്ന ഈ പ്രകൃതി ദുരന്ത ഭീഷണിക്ക് അടിയന്തര ശ്രദ്ധയും ആസൂത്രണവും ആവശ്യമാണ്. അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഈ ഭീകര സുനാമിക്ക് മുന്നിൽ മനുഷ്യർ എത്ര നിസ്സഹായനാണെന്ന് ഈ പഠനം ഓർമ്മിപ്പിക്കുന്നു. വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതിനായി താഴെ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം.
ഒന്നാമത്തെ കാര്യം ബോധവൽക്കരണമാണ്. തീരദേശവാസികളെയും പൊതുജനങ്ങളെയും ഈ ഭീഷണിയെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ദുരന്ത സാധ്യത, അതിന്റെ പ്രത്യാഘാതങ്ങൾ, രക്ഷപ്പെടാനുള്ള വഴികൾ എന്നിവയെക്കുറിച്ച് ജനങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ നൽകണം. മറ്റൊരു കാര്യം മുന്നറിയിപ്പ് സംവിധാനങ്ങളാണ്. അതിവേഗം മുന്നറിയിപ്പ് നൽകാനും ആളുകളെ ഒഴിപ്പിക്കാനും കഴിയുന്ന സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക. ഭൂകമ്പം തിരിച്ചറിയാനുള്ള സെൻസറുകൾ സ്ഥാപിക്കുകയും സുനാമി മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ആധുനികവൽക്കരിക്കുകയും വേണം. മറ്റൊരു കാര്യം കെട്ടിട നിർമ്മാണ മാനദണ്ഡങ്ങളാണ്. ഭൂകമ്പങ്ങളെയും സുനാമികളെയും അതിജീവിക്കാൻ കഴിവുള്ള കെട്ടിട നിർമ്മാണ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുക. പുതിയ കെട്ടിടങ്ങൾ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. നിലവിലുള്ള കെട്ടിടങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഊന്നൽ നൽകണം. ഒരു ദുരന്തമുണ്ടായാൽ സുരക്ഷിതമായ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറാനുള്ള വ്യക്തമായ വഴികളും പരിശീലനവും നൽകുക. ജനങ്ങളെ സുരക്ഷിതമായി ഒഴിപ്പിക്കാനുള്ള റൂട്ടുകൾ മാപ്പ് ചെയ്യുകയും പതിവായി മോക്ക് ഡ്രില്ലുകൾ നടത്തുകയും വേണം. വൈദ്യുതി അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഭൂകമ്പത്തെയും സുനാമിയെയും അതിജീവിക്കാൻ കഴിയുന്ന രീതിയിൽ ശക്തിപ്പെടുത്തുക. ആശയവിനിമയ ശൃംഖലകൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. സാങ്കേതിക വിദ്യയിലും സൈനിക ശക്തിയിലും ലോകത്ത് മുന്നിട്ട് നിൽക്കുന്ന അമേരിക്ക അടുത്തിടെ സംഭവിച്ച ദുരന്തങ്ങളിലെല്ലാം നിസ്സഹായരാകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മിഡ് വെസ്റ്റേൺ സംസ്ഥാനങ്ങളെ തകർത്ത ചുഴലിക്കാറ്റുകൾ, അതിശക്തമായ കൊടുങ്കാറ്റുകൾ, കാലിഫോർണിയയെ വിഴുങ്ങിയ കാട്ടുതീ, കിഴക്കൻ തീരങ്ങളെയും തെക്കൻ സംസ്ഥാനങ്ങളെയും മുക്കിയ പ്രളയങ്ങൾ എന്നിവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഈ ദുരന്തങ്ങൾ ഒരുപാട് മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഒപ്പം ആ രാജ്യത്തിന് കോടിക്കണക്കിന് ഡോളറിന്റെ നാശനഷ്ടങ്ങൾ കൂടി വരുത്തിവെച്ചാണ് കടന്നുപോയത്. ചെറിയ പ്രകൃതി ദുരന്തങ്ങളെ തടയാനോ പൂർണ്ണമായി അതിജീവിക്കാനോ പോലും അമേരിക്കയ്ക്ക് സാധിക്കില്ലെന്ന് ഈ സംഭവങ്ങൾ അടിവരയിടുന്നതാണ്. അതായത് പ്രകൃതിക്ക് മുന്നിൽ സാമ്പത്തികമോ സൈനികമോ ആയ ശക്തിയാണെങ്കിൽ പോലും സ്ഥാനമില്ലെന്ന് ഇത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കാസ്കേഡിയ ഭീഷണി അമേരിക്കയുടെ പ്രതിരോധ ശേഷിക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഈ മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ മനുഷ്യരാശിക്ക് മുഴുവൻ ഭീഷണിയായേക്കാവുന്ന ഈ പ്രകൃതി ദുരന്തത്തെ നേരിടാൻ ലോകം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു.